Hi, this is Sharanya from Admia International Academy. നമ്മൾ IELTS എക്സാംസ് എഴുതുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അൺപാരലൽഡ് ആയിട്ട് അവർ പറയുന്ന ഒരു ആൻസറാണ് റീഡിംഗ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള ടാക്ടിക്സും സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീഡിംഗ് മൊഡ്യൂൾസും നമ്മളുടെ റിക്വയർഡ് സ്കോഴ്സിലേക്ക് നമ്മളെ എത്തിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ്. അപ്പോൾ ഈ റീഡിംഗ് മൊഡ്യൂളിനെ എളുപ്പമാക്കാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് റീഡിംഗ് മൊഡ്യൂൾസ് ഇത്ര ടഫ് ആകുന്നത്? നമുക്ക് കുറച്ച് റീസൺസ് ഒക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾക്ക് അക്കാദമിക് റീഡിംഗ് ആണെങ്കിലും ജനറൽ റീഡിംഗ് ആണെങ്കിലും കിട്ടുന്ന മെറ്റീരിയൽസ്, അതിലെ വൊക്കാബുലറി, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺസിഡറേഷൻസിലേക്ക് വരുമ്പോഴാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം വരിക. അക്കാദമിക് റീഡിങ്ങിൽ നമുക്ക് 3 പാരഗ്രാഫുകളാണ് അല്ലെങ്കിൽ പാസേജസ് ആണ് തരുന്നത്. പക്ഷേ അതിനുള്ളിൽ ഉപയോഗിക്കുന്ന വൊക്കാബുലറി എന്ന് പറയുന്നത് നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള പുതിയ വേർഡ്സ് ഒരുപാടുണ്ടാകും. ആൻഡ് ജനറലിൽ വരുമ്പോഴേ സംഭവിക്കുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയ വാക്കുകളായിരിക്കും അവിടെ തന്നിട്ടുണ്ടാവുക. പക്ഷേ 5 പാരഗ്രാഫുകൾ അല്ലെങ്കിൽ 5 ഡിഫറെൻറ്റ് പാസേജസ്, 5 ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് ആയിരിക്കും നമുക്ക് തരിക. ആൻഡ് അത് പല ടൈപ്പാണ്. അതിനോട് നമുക്ക് ഒരു ഫെമിലിയാരിറ്റി തോന്നാൻ, അതായത് വേർഡ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന കണ്ടന്റിനോട് നമുക്കൊരു ഇതിനൊന്ന് ഓർഗനൈസ് ചെയ്യാൻ, നമ്മുടെ ടൈം വെച്ച് ഓർഗനൈസ് ചെയ്യാനൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാം. അടുത്തതായിട്ടുള്ളതെന്ന് പറയുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൊണ്ട് എസ്പെഷ്യലി ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രൂ ഓർ ഫോൾസ് നോട്ട് ഗിവൻ പോലുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ യെസ് ഓർ നോ നോട്ട് ഗിവൻ ക്വസ്റ്റ്യൻസിനെയൊക്കെയാണ്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് നമുക്ക് വേർഡ് മീനിങ് മനസ്സിലാവുന്നുണ്ട് ക്വസ്റ്റ്യൻ്റെ. അതുപോലെ തന്നെ നമ്മളുടെ പാരഗ്രാഫിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാണ്. ഇതിനെ നമ്മൾ ട്രൂ എന്ന് എഴുതണോ ഫോൾസ് എന്ന് എഴുതണോ നോട്ട് ഗിവൻ എന്ന് എഴുതണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂസ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് 2-3 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് എടുക്കേണ്ടി വരും. ആൻഡ് ഇത് നമ്മളുടെ ടൈമിനെ വല്ലാതെ ബാധിക്കും. നമ്മളുടെ ടൈം ഒരുപാട് കൺസ്യൂംഡ് ആവാനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഒരുപാട് കാരണമാവുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ പാരഗ്രാഫുകളിൽ നിന്ന് ഉത്തരങ്ങളിലേക്കുള്ള ദൂരവും നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയവും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം എങ്ങനെ നമ്മൾ കുറച്ചു കൊണ്ടുവരും, അതായത് എങ്ങനെ നമ്മൾ എഫക്റ്റീവ്ലി ടൈമിനെ മാനേജ് ചെയ്യും, അതാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു IELTS ടെസ്റ്റ് ടേക്കറിനെ സംബന്ധിച്ചിട്ട് നമുക്ക് 3 തരത്തിലാണ് റീഡിംഗ് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത്. അതായത് സ്പീഡ് റീഡിംഗ്, സെർച്ച് റീഡിംഗ് ആൻഡ് സ്കാനിങ്. അപ്പം അത് തന്നെ നമുക്ക് 2 മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യാം. അതായത് ഒന്നെങ്കിൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഒരു പാസേജ് ഫുള്ളായിട്ട് വായിക്കുക, അതായത് സ്പീഡ് റീഡ് ചെയ്യുക. നമ്മൾ ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ വളരെ വേഗത്തിൽ വായിക്കാൻ പറ്റുന്ന ഒരാൾക്കാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത് വായിച്ച ശേഷം ക്വസ്റ്റ്യൻസ് വായിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരങ്ങളിലേക്ക് വേഗം ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ആൻഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത ശേഷം നമ്മളുടെ പാസേജിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് വീണ്ടും ഈ സ്പീഡ് റീഡിംഗ് ചെയ്യുക, നമ്മളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ലൊക്കേറ്റ് ചെയ്യുക, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനായിട്ട് നമ്മൾ സ്പീഡ് റീഡിങ്ങിന് ശേഷം സെർച്ച് റീഡിംഗ് ചെയ്യണം, സ്കാനിങ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള 2 മെത്തേഡ്സ് നമ്മളിപ്പോൾ സംസാരിച്ചതിൽ റീഡിംഗ് ബുദ്ധിമുട്ടാണ്, കുറച്ചും കൂടി സമയമെടുത്ത് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് റീഡിംഗ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്, അതുപോലെ ആൻസേഴ്സ് കണ്ടെത്താൻ സമയം എടുക്കുന്നുണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുക രണ്ടാമത്തെ മെത്തേഡാണ്. അതായത് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമ്മൾ റീഡിംഗ് പാസേജിൽ പോയി ഉത്തരം, അതായത് നമ്മുടെ കീവേഡ്സ് വെച്ചിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നു. ദെൻ നമ്മളുടെ ആൻസർ ഐഡൻറ്റിഫൈ ചെയ്ത് റൈറ്റ് ചെയ്യുന്ന രീതിയായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അതിനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാം. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ വായിക്കുക 2 തരത്തിലാണ്, ഇൻറ്റൻസീവ് റീഡിങ്ങും എക്സ്റ്റെൻസീവ് റീഡിങ്ങും. ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെറുതിലേ തൊട്ട് പഠിച്ചു വന്ന രീതി. അതായത് നമ്മളൊരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വായിക്കും, ഒരു പ്രാവശ്യം ഓരോ വാക്കുകളായിട്ട് നിർത്തി വായിക്കും, ഓരോ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വായിക്കും. ദെൻ വീണ്ടും നമ്മളൊരു സെൻറ്റൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചു വന്ന് നമ്മൾ ആ ഒരു അർത്ഥത്തിൽ ആ ഒരു സെൻറ്റൻസ് നമ്മൾ മലയാളത്തിൽ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ആ സെൻറ്റൻസ് വീണ്ടും റീഡ് ചെയ്യും. ഇതാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് വായിക്കുന്നു, വീണ്ടും മീനിങ് മനസ്സിലാക്കി വായിക്കുന്നു. അങ്ങനെ നമ്മൾ ആ കണ്ടന്റിനെ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് അല്ലെങ്കിൽ വേർഡ് ബൈ വേർഡ് അർത്ഥം മനസ്സിലാക്കി വായിക്കുന്നതാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അക്കാദമിക്കലി ചെയ്തു പോരുന്ന ഒരു രീതിയാണ്. നമുക്ക് പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചെയ്താൽ പക്ഷെ നമുക്ക് ഒരുപാട് സമയം വേണം നമ്മളുടെ ഒരു പാരഗ്രാഫ് മനസ്സിലാക്കി. ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾക്ക് ആ തന്നിരിക്കുന്ന കണ്ടന്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ വലുതായിരിക്കും, പക്ഷെ നമുക്ക് പോകുന്ന സമയം അതും വളരെ വലുതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളൊരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മളൊരു ലിമിറ്റഡ് ടൈമിൽ വായിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ വായിക്കരുത്. പക്ഷെ നമ്മൾ എക്സാമിന് നമ്മൾ പഠിച്ചു വന്നൊരു രീതി അനുസരിച്ച് നമ്മളൊരു എക്സാമിന് പോയിരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ വീണ്ടും വായിച്ച് ഓരോ വാക്കുകളും വായിച്ച് മീനിങ് കണ്ടുപിടിച്ച് ഉത്തരത്തിലെത്താം. കാരണം എങ്കിലല്ലേ നമുക്ക് ശരിയുത്തരം എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? എങ്കിൽ മാത്രമാണ് നമുക്ക് കോൺഫിഡൻസ് തോന്നുള്ളൂ. പക്ഷേ
ഞാൻ പറയട്ടെ, IELTS എക്സാമിന് നമുക്ക് അത്രയും ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എക്സ്റ്റെൻസീവ് റീഡിങ് ചെയ്യണം. അപ്പൊ നമുക്ക് സ്പീഡും കൂടും, നമ്മളുടെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താനും പറ്റും. ഓക്കെ, എക്സ്റ്റെൻസീവ് റീഡിങ് എന്താണ്? നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കാറുണ്ട് അല്ലേ? നമ്മളിപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഭാഷയിൽ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എന്താ, നമ്മൾ ഓടിച്ച് വായിക്കുക ചെയ്യുന്നത്. നമുക്ക് അതിൽ ഓരോ വാക്കുകളും ഇരുന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമ്മൾ വായിക്കേണ്ടി വരാറില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു സെന്റൻസ് ഇങ്ങനെ ഓടിച്ച് വായിക്കും. ആ സെന്റൻസ് അല്ലെങ്കിൽ അത് പറഞ്ഞിരിക്കുന്ന ആ ഒരു പാരഗ്രാഫ് തീരുമ്പോഴത്തേക്കും നമുക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എല്ലാ വാക്കുകളുടെയും അർത്ഥം നമ്മൾ തലയിൽ പ്രോസസ് ചെയ്തില്ലെങ്കിലും എന്താണ്, ആ ഒരു ഹോൾ കണ്ടന്റ് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ അതിനെക്കുറിച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സ്റ്റെൻസീവ് റീഡിങ് വായിച്ചാലും നമുക്ക് മീനിങ് മനസ്സിലാകും അല്ലേ? അതാണ് ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ഒരു എക്സാമിന് ചെല്ലുമ്പോഴും നമ്മൾ വേർഡ് ബൈ വേർഡ് വായിക്കാതെ ഒരു ഹോൾ പാരഗ്രാഫ് അല്ലെങ്കിൽ ആ പാരഗ്രാഫിൽ ചെറിയ ചെറിയ പാർട്ടീഷൻസ് ഉണ്ടാവും, അതായത് പാസേജസിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പാർട്ടീഷൻസ് ഉണ്ടാവും, അത് വെച്ചിട്ട് വായിക്കുക. അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആസ് എ ഹോൾ കൺസിഡർ ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മീനിങ് മനസ്സിലാകും. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം. നമുക്ക് ആദ്യം തോന്നും ഓരോ വാക്കിന്റെ അർത്ഥം അറിയില്ലോ, അതിൽ ഏതെങ്കിലും ഒരു വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒരു 2-3 സെന്റൻസസ് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, നിങ്ങൾ ഓരോ വാക്കുകളായിട്ട് വായിച്ചില്ലെങ്കിലും ഇത് ഒരുമിച്ച് വായിച്ചു പോകുമ്പോഴും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി നമ്മുടെ IELTSന്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എക്സ്റ്റെൻസീവ് റീഡിംഗ് ഒന്ന് പരീക്ഷിച്ചാലോ എന്നൊക്കെ അല്ലേ? അപ്പം നമ്മൾ ഇനിയിപ്പോൾ പോയിട്ട് ഒരു റീഡിംഗ് മെറ്റീരിയൽ എടുക്കും, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എടുക്കും, വായിക്കാൻ തുടങ്ങും. എവിടെ നമ്മൾ എന്ത് ചെയ്യും? വായിക്കും, നമുക്കൊരു ടെൻഡൻസി വരും വീണ്ടും വായിക്കാൻ. അങ്ങനെ അത് വീണ്ടും ഇൻറ്റൻസീവ് റീഡിംഗ് ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഇങ്ങനെ മാറാതെ എങ്ങനെ എക്സ്റ്റെൻസീവ് റീഡിംഗിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യാം എക്സ്റ്റെൻസീവ് റീഡിംഗ് ചെയ്യാനായിട്ട് എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീഡ് ഇൻ ചങ്ക്സ് എന്ന് പറയും. അതായത് ഓരോ ചങ്കുകളായിട്ട്, ചങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ നമ്പർ കാണാതെ പഠിക്കുമ്പം ഈച്ച് നമ്പർ ബൈ നമ്പർ നമ്മൾ പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഒരു 3 നമ്പേഴ്സിനെ ഒരു ചങ്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്കും. ദെൻ സെക്കൻഡ് ഒരു 3rd നമ്പേഴ്സ് ആൻഡ് ദെൻ 4 നമ്പേഴ്സ്. 3 നമ്പേഴ്സ് കഴിഞ്ഞ് 3 നമ്പേഴ്സിന്റെ 2 ഗ്രൂപ്പും 4 നമ്പേഴ്സിന്റെ ഒരു ഗ്രൂപ്പുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചങ്കിങ് നടത്തും. അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. അപ്പം നമുക്കത് പഠിക്കാൻ എളുപ്പമാണ്. അതായത് നമ്മൾ റിമെമ്പർ ചെയ്യും, നമ്മൾ ഒരു പ്രാവശ്യം അത് പറഞ്ഞു കഴിയുമ്പോഴേ അല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് റീഡ് ഇൻ ചങ്ക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു വേർഡ് അടുത്ത വേർഡ് വെച്ചിട്ട് വായിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഹോൾ സെൻറ്റൻസിനെ ഒരുമിച്ച് വായിക്കും, അല്ലെങ്കിൽ ഒരു 3-4 വേർഡുകളിനെ ഒരുമിച്ച് വായിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ഈ വേർഡ് മീനിങ്ങുകളിലോട്ടൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് സിംപ്ലി റഫ്ലി റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വായിച്ചു, അടുത്ത സെൻറ്റൻസ് വായിച്ചു, അല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വായിച്ചു. അപ്പം നമുക്ക് കിട്ടിയ എന്തെങ്കിലും കുറച്ച് ഐഡിയാസ്, അതിനകത്തൊരു 3-4 വേർഡിൻ്റെ എങ്കിലും മീനിങ് നമുക്കറിയായിരിക്കും. കിട്ടാതെ പോയ 1-2 വേർഡ് മീനിങ്ങുകളെ ഉണ്ടാവുള്ളൂ. അപ്പം അറിയാവുന്നത് മതി, അത് വെച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോവാം. അതായത് അപ്പം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് റീഡ് ഇൻ ചങ്ക്സ്. ഇനി എന്ത് ചെയ്യണം? അപ്പം ഇങ്ങനെ നമ്മൾ വായിച്ച് നമ്മൾ അടുത്തതിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, നമ്മുടെ ബ്രെയിനിലിട്ടിട്ട് നമ്മളിതിനെ വീണ്ടും നമ്മൾ വായിച്ച വാക്കുകൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മൾ ഹെഡിൽ, നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. നമ്മൾ ആദ്യം വായിച്ച ആ ഒരു വേർഡിനെ നമ്മൾ വീണ്ടും നമ്മുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഹിയർ ചെയ്യരുത്, നമ്മളുടെ ബ്രെയിനിനുള്ളിൽ ഇതിനെ വീണ്ടും പ്രോസസ്സ് ചെയ്യരുത്. കാരണം ഇതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അടുത്തത് വായിക്കുന്നതിനെയും അതിനോടുള്ള നമ്മളുടെ ശ്രദ്ധയും പോകും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് അതിനുള്ള സമയവും പോകും. അതായത് നമ്മളുടെ റീഡിങ് സ്പീഡ് പയ്യെ കുറയും നമ്മൾ അറിയാതെ തന്നെ. സോ വീണ്ടും ഹെഡിൽ ഇത്, അതായത് കേൾക്കരുത്, ബ്രെയിനിൽ ഇതിങ്ങനെ, മൈൻഡിൽ ഇതിങ്ങനെ വീണ്ടും കേൾക്കരുത്, മൂവ് ഓൺ. അങ്ങനെ പോയി നമ്മൾ അടുത്ത എന്താ ചെയ്യുക? നമ്മൾ വീണ്ടും നമുക്കൊരു ടെൻഡൻസി വരില്ലേ, ഒരു സെൻറ്റൻസ് വായിച്ചു പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേഗം തിരിച്ചു വന്ന ആ സെൻറ്റൻസ് തന്നെ വീണ്ടും വായിക്കാൻ നോക്കും. അങ്ങനെ വായിക്കാൻ പോകരുത്. അതായത് ഡു നോട്ട് റീഡ് യുവർ ടെക്സ്റ്റ്. നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു, നിങ്ങൾക്ക് മീനിങ് കിട്ടിയില്ല, ലെറ്റ് ഗോ. നിങ്ങൾ വീണ്ടും എന്താണ്, നിങ്ങൾ വായിച്ചതിൻ്റെ ബാക്കി ചങ്ക്സ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ്ലി വായിച്ചുകൊണ്ടിരിക്കുക. റീഡ് ചെയ്യരുത്. ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ ഇതിനെ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കരുത്. ഓക്കെ, നമ്മൾ പറയാറുണ്ട്, അതായത് പൊതുവെ ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ പോലും പറഞ്ഞു തരുന്നതാണ്, നമ്മൾ ഉറക്കെ വായിക്കുമ്പം അണ്ടർസ്റ്റാൻഡിങ് കൂടുമായിരിക്കും, പക്ഷെ നമ്മുടെ സ്പീഡ് കുറയും. നമ്മൾ മൈൻഡിൽ വായിക്കുമ്പോൾ നമ്മളെ സ്പീഡ് കൂടും. ഓക്കെ, ഈ രീതിയിലാണ് എക്സ്റ്റെൻസീവ് റീഡിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ 3 ടിപ്സാണ്. റീഡ് ഇൻ ചങ്ക്സ്, പിന്നെ എന്ത് ചെയ്യണം? ഹെഡിൽ ഇത് വീണ്ടും എന്താ പറയുക, ഇങ്ങനെ റിപ്പീറ്റഡ്ലി കേട്ടോണ്ടിരിക്കരുത്. അതായത് നമ്മൾ തന്നെ നമ്മുടെ വോയിസ് ആയിട്ട് കേട്ടോണ്ടിരിക്കരുത്. ദെൻ ഡു നോട്ട് റീഡ് ദ ടെക്സ്റ്റ്. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ്ലി പോകാൻ പറ്റും. ആൻഡ് ഞാൻ പറഞ്ഞു, പത്രമൊക്കെ വായിക്കുന്ന പോലെ ഒരു പാസേജ് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, നമുക്ക് എല്ലാ വേർഡിൻ്റെ മീനിങ്ങുകൾ അറിയില്ലായിരിക്കും. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. നമുക്ക് വേഗം വായിച്ച്
നമ്മുടെ കണ്ടന്റ് വായിച്ചു തീർക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ഹൗ വി പ്രാക്ടീസ് സ്പീഡ് റീഡിങ്. ഓക്കെ, എക്സ്റ്റെൻസീവ് റീഡിംഗ് ആണ് സ്പീഡ് റീഡിംഗ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പോൾ ഇപ്പം നമ്മൾ എക്സ്റ്റെൻസീവ് റീഡിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ ഓർക്കും ഇങ്ങനെ റഷ് ചെയ്ത് വായിച്ചിട്ട് എന്താ, അപ്പം നമ്മൾ പറഞ്ഞു ഐഡിയാസ് ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ വരികയല്ല, നമുക്ക് എന്താ പറയുക, ഇടയ്ക്ക് ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും, എങ്കിലും നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിനെ റിട്രീവ് ചെയ്യുക, അതായത് നമ്മൾക്കിപ്പം നമ്മുടെ മൈൻഡിലുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ റിട്രീവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, സോ ഈ ഒരു പാരഗ്രാഫ് ഇങ്ങനെ ഒരു മീനിങ്ങിലായിരിക്കും സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഫർമേഷൻസിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പാരഗ്രാഫിൻ്റെ ഓവറോൾ മീനിങ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെ ഓവറോൾ മീനിങ് കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വേഗം വായിച്ച് ഇത് കണ്ടുപിടിച്ചതുകൊണ്ട് എന്താ ഗുണം എന്ന്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വളരെ സ്പീഡിൽ റീഡ് ചെയ്ത് ശീലിച്ച് ദെൻ നമ്മളത് പതുക്കെ നമ്മുടെ സ്പീഡ് കുറച്ച്, അതായത് ഒരു നോർമൽ സ്പീഡിലും കുറച്ചും കൂടി കൂടുതലായി തന്നെയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആ ഒരു സ്പീഡ് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 120 km/h സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി നമ്മൾ ഓടിച്ച് ശീലിച്ച ഒരു 120 km/h സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിച്ച് ശീലിച്ച ഒരാളെ സംബന്ധിച്ച് ഒരു 60 km/h വണ്ടി ഓടുമ്പോൾ എന്താ, അയാളെ സംബന്ധിച്ച് അത് വളരെ സ്ലോ സ്പീഡാണ് അല്ലേ. അയാൾക്ക് ഒരു ഒരു ഡിസ്കംഫർട്ടും തോന്നാത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്പീഡാണ് 60 km/h എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെ ഒരു 30 km/h വണ്ടി ഓടിച്ച് ശീലിച്ച ഒരാളെ സംബന്ധിച്ച് 60 km/h എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, അവരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു റഷ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഈ സെയിം കേസ് തന്നെയാണ് നമ്മളുടെ റീഡിങ്ങിലും വരുന്നത്. നമ്മൾ എക്സ്റ്റെൻസീവ് റീഡിങ് ശീലിച്ചു, അതായത് നമ്മൾ ഒരു നോർമലി വായിക്കുന്നതിനേക്കാൾ ഒരു 2 times അല്ലെങ്കിൽ ഒരു 3 times or 4 times സ്പീഡിൽ വായിക്കാനായിട്ട് നമ്മൾ ശീലിച്ചു. അങ്ങനെ ശീലിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നോർമലിൻ്റെ ഇരട്ടി സ്പീഡിൽ റീഡ് ചെയ്താലും നമുക്ക് എന്ത് തോന്നില്ല, ഒരു റഷ് തോന്നില്ല. വി വിൽ ബി വളരെ കാം ആയിരിക്കും, നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നല്ല സ്പീഡിൽ തന്നെ വായിക്കാം, പക്ഷെ നമുക്കൊരു റഷ് ഫീൽ ചെയ്യില്ല. അതായത് നമ്മൾ സാധാരണ വായിക്കുന്ന സ്ലോ റീഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് തോന്നുന്ന ആ ഒരു ടെൻഷൻ നമുക്ക് സ്പീഡ് റീഡിങ്ങിലും ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ഇപ്പം നമുക്ക് എക്സ്റ്റെൻസീവ് റീഡിങ് എന്താണ്, എങ്ങനെയാണ്, എന്തിനാണെന്നൊക്കെ മനസ്സിലായി. ഇനി നമുക്കിത് പ്രാക്ടീസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഇത് എവിടെ ഉപയോഗിക്കുക? ഡയറക്റ്റ്ലി എക്സാം സെന്ററിൽ പോയിരുന്നിട്ട് ഇന്ന് എക്സ്റ്റെൻസീവ് റീഡിങ് പ്രാക്ടീസ് ചെയ്തേക്കാമെന്ന് ചോദിക്കാൻ പറ്റുമോ, ഓർക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ IELTS പ്രിപ്പറേഷൻ ടൈമിൽ തന്നെ ഈ എക്സ്റ്റെൻസീവ് റീഡിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനെന്ത് ചെയ്യും, റീഡിംഗ് മെറ്റീരിയൽസ് എക്സാമിന് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പ്രാക്ടീസിന് കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ എക്സ്റ്റെൻസീവ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഇനി അത് പോരാ, അത് കൂടാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ഈ എക്സ്റ്റെൻസീവ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യണം. എപ്പോൾ ചെയ്താലും നിങ്ങൾക്ക് ഈ സ്പീഡിൽ തന്നെ റീഡ് ചെയ്യണം. അങ്ങനെ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് വേണ്ടതെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, നിങ്ങളുടെ IELTS മെറ്റീരിയലിൽ, അതായത് എക്സാമിന് നിങ്ങൾക്ക് കിട്ടുന്ന സിമിലർ മെറ്റീരിയൽസ് റീഡ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല വെബ്സൈറ്റാണ് ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു വെബ്സൈറ്റിൻ്റെ സയൻസ് സെക്ഷൻ. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അത് വളരെ യൂസ്ഫുൾ ആണ് ഫോർ അക്കാദമിക് റീഡേഴ്സ്. ആൻഡ് ഇനി നിങ്ങൾ ഒരു ജനറൽ IELTS എക്സാം ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുക നമ്മുടെ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ്, അഡ്വർടൈസ്മെന്റ്സ്, നോട്ടീസ്, ലീഫ്ലെറ്റ്സ്, അങ്ങനെയുള്ള ഹാൻഡ് ഔട്ട്സ്, ഇതെല്ലാം നമുക്ക് ഇങ്ങനത്തെ റീഡിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, റീഡിങ് ചെയ്യേണ്ട മെത്തേഡ് ഇത് തന്നെയാണ്. നിങ്ങളുടെ മെറ്റീരിയലിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പീഡ് റീഡ് ചെയ്യാനായിട്ട് പഠിച്ചു. അതായത് ഞാൻ പറഞ്ഞു എക്സ്റ്റെൻസീവ് റീഡിംഗ് പഠിച്ചു. നമ്മൾ വളരെ സ്പീഡിൽ ഇപ്പം കണ്ടന്റ്, നമ്മുടെ മൊത്തം പാരഗ്രാഫിന്റെ മീനിങ് കണ്ടുപിടിക്കും. ഇനി നമ്മളുടെ റീഡിങ്ങിന് മാർക്ക് കിട്ടത്തക്ക രീതിയിൽ ഇത് എങ്ങനെ ഉപയോഗിക്കും. ഇപ്പം നമ്മുടെ കയ്യിലൊരു സ്കില്ലുണ്ട് അല്ലേ, വേഗം വായിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമ്മളിത് എങ്ങനെ മാർക്ക് കിട്ടാനായിട്ട് ഉപയോഗിക്കും നോക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞു സെക്കൻഡ് മെത്തേഡ്, അതായത് ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം പാസേജ് വായിക്കുന്ന ഒരു രീതിയായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക സ്ലോ റീഡേഴ്സിന്. അപ്പം അവരെന്ത് ചെയ്യണം, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക. അതായത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എന്താണ് നമുക്ക് അവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻസിലെ കീവേഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, ഹൈലൈറ്റിംഗ് ദ കീവേഡ്സ്. ദെൻ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ച കീവേഡ്സിന്റെ സിനോണിംസ് ഞാൻ എൻ്റെ പാരഗ്രാഫിൽ തപ്പും, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷന് കറസ്പോണ്ടിങ് ആയ ഇൻഫർമേഷൻ പാരഗ്രാഫിൽ തപ്പും. ഒരിക്കലും ഞാൻ ക്വസ്റ്റ്യനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കീവേഡ്സ് തന്നെ പോയി തപ്പില്ല, മറിച്ച് അതിൻ്റെ സിനോണിംസ് ആയിരിക്കും തപ്പുന്നത്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വേർഡ്സിന്റെ പാരാഫ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമോ അല്ലെങ്കിൽ സിനോണിംസ് ഉപയോഗിച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഫ്രേസോ ആയിരിക്കും നമ്മളുടെ പാസേജിൽ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ക്വസ്റ്റ്യൻസിന്റെ ഓർഡറിൽ അല്ലെങ്കിൽ നമ്മുടെ പാസേജിലെ ഇൻഫർമേഷൻസിന്റെ അതേ ഓർഡറിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ ടൈപ്സും ചോദിക്കുക. ഇനി അങ്ങനെ അല്ലാത്ത ക്വസ്റ്റ്യൻ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയാം, നമുക്കൊരു
ഒരു ബോക്സിനകത്ത് ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് ABCD എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എന്താണ്, ഫസ്റ്റ് ഓപ്ഷൻ ഒരിക്കലും നമ്മളുടെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ഹെഡിങ് ആവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, അതായത് ലിസ്റ്റ് ഓഫ് ഹെഡിങ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ ആ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പാരഗ്രാഫ് പോയി റീഡ് ചെയ്യുക. നമ്മളുടെ ഓപ്ഷൻസ് ആൻസേഴ്സ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ചെക്ക് ചെയ്യുക, ഇതിൽ ഏതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ അടുത്ത പാരഗ്രാഫ് വായിക്കുക, ഓപ്ഷൻസിൽ വന്ന് നോക്കുക. അങ്ങനെ ആയിരിക്കണം, അതായത് പാരഗ്രാഫ് റീഡ് ചെയ്ത് ഓപ്ഷൻസ് വായിക്കായിരിക്കണം അവിടെ മാത്രം ചെയ്യേണ്ടത്. മാച്ചിങ് ഹെഡിങ്സിൽ അതുപോലെ മാച്ചിങ് പാരഗ്രാഫ്സിലൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് പാരഗ്രാഫ് വായിച്ചതിന് ശേഷം വന്ന് ക്വസ്റ്റ്യനിൽ വന്നിട്ട്, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വന്നിട്ട് നമ്മൾ നോക്കുക, നമ്മളുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ട, കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് ഏതൊക്കെയാണ്, ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ്, മാച്ചിങ് പാരഗ്രാഫ്സ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് മാച്ചിങ് ആയിട്ടുള്ള മാച്ചിങ് ടാസ്കുകളെല്ലാം അങ്ങനത്തെ ആയിരിക്കും. എക്സെപ്റ്റ് നമുക്ക് മാച്ചിങ് സെന്റൻസ് എൻഡിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ സെറ്റ് ഉണ്ട്. മാച്ചിങ് സെന്റൻസ് എൻഡിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെന്റൻസിന് ഫസ്റ്റ് പാർട്ട് തന്നിട്ടുണ്ടാവും, നമ്മൾ ആ സെന്റൻസ് പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ച് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ആ കേസിൽ പാരഗ്രാഫിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഓർഡറിലായിരിക്കും തന്നിട്ടുണ്ടാവുക. ഓക്കെ, ബാക്കി മാച്ചിങ് ക്വസ്റ്റ്യൻസ്, മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒന്നിലും തന്നെ ഈ ഒരു എന്താ പറയുക, ക്വസ്റ്റ്യൻ വായിച്ച ശേഷം പാരഗ്രാഫ് വായിക്കാൻ പോയാൽ ഉത്തരം കണ്ടുപിടിക്കുക കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അങ്ങനെ നമ്മൾക്ക് ഇപ്പം ഓർഡറിൽ, അതായത് പാസേജിന്റെ ഓർഡറിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയാം, പാസേജിന്റെ ഓർഡറിൽ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അറിയാം. അപ്പം പാസേജിന്റെ ഓർഡറിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് യെസ് ഓർ നോ, നോട്ട് ഗിവൻ പോലെയുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കംപ്ലീഷൻ ടാസ്കുകൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളിപ്പോൾ ഇതുപോലെ സ്പീഡ് റീഡ് ചെയ്ത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചു, കീവേഡ്സ് തപ്പിപ്പോയി, നമുക്ക് എക്സാക്ട് സെന്റൻസും കിട്ടി. അവിടെ നിന്ന് നമ്മൾ അവിടെ വേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച ശേഷം പിന്നെ നമുക്ക് താഴത്തോട്ട്, നമ്മുടെ പാസേജിന്റെ താഴത്തോട്ടുള്ള ഭാഗത്ത് വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കാനിങ് ടൈപ്പ് റീഡിങ് ചെയ്താൽ മാത്രം മതി, ഉത്തരങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, അവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി, പിന്നെ അതിന്റെ മുകളിൽ എന്തോരം പാരഗ്രാഫ് ഉണ്ടെങ്കിലും നമ്മൾ അവിടെ പോയി വായിച്ച് സമയം കളയണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി മറ്റേ ഓർഡറിലല്ലാത്ത ക്വസ്റ്റ്യൻസ്, അതിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പൊ എന്താണ് എക്സ്റ്റെൻസീവ് റീഡിംഗ് പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ വേഗം വായിക്കും, നമുക്കൊരു ഐഡിയ കിട്ടും. ആൻഡ് ജനറൽ ഐഡിയ വെച്ചിട്ട് നമ്മളുടെ ഓപ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിനെ ലിങ്ക് ചെയ്യും, നമ്മൾ വേഗം ആൻസർ എത്തും. ആൻഡ് ഡെഫിനറ്റ്ലി 1 hour ടൈമിനുള്ളിൽ നമ്മൾ നമ്മളുടെ റീഡിംഗ് പാരഗ്രാഫുകൾ അല്ലെങ്കിൽ റീഡിംഗ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇത്തരം റീഡിംഗ് ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ ഉപയോഗിച്ച്, പുതിയ റീഡിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ബാക്കി എല്ലാ മൊഡ്യൂൾസും പോലെ റീഡിംഗ് മൊഡ്യൂൾസും നിങ്ങൾക്ക് എളുപ്പമാവട്ടെ. നിങ്ങളുടെ റിക്വയർഡ് സ്കോർസ് റീഡിങ്ങിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടട്ടെ. ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ ബൈ.